അസ്സലാമു അലൈക്കും, നമസ്കാരം. CNS മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 17.5 സെൻറ്റ് സ്ഥലത്തെ നിങ്ങൾ ഈ കാണുന്ന 5 ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഒരു സൂപ്പർ പ്രോപ്പർട്ടി, ഈ ഒരു വീടാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത്. തൊട്ടടുത്തായിട്ട് നിരവധി ബിൽഡിങ്ങുകൾ ഉണ്ട്. നേരെ ഓപ്പോസിറ്റ് ഈ കാണുന്നത് ഒരു വെയർ ഹൗസ് ആണ്. അതിൻ്റെ അപ്പുറത്തായിട്ട് ഇവിടെ ഒരു ഗോഡൗൺ ഉണ്ട്. അതിൻ്റെ നേരെ ഫ്രണ്ടിലായിട്ട് ടൈലിൻ്റെ ഗോഡൗൺ ഉണ്ട്. തൊട്ടടുത്ത് ഒരുപാട് ബിൽഡിങ്ങുകൾ കൺസ്ട്രക്ഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. റബ്ബറൈസ്ഡ് റോഡിനോട് ചാരിയിട്ടുള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ്. ഇതിൻ്റെ നേരെ ഇപ്പുറത്തായിട്ട് ഇവിടെയൊക്കെ ഗോഡൗണുകളുണ്ട്. ഇനി അടിയിൽ ഈ വീട്ടിൽ ഇതൊരു ഗോഡൗൺ ആണ്. അപ്പോൾ കൊമേഴ്ഷ്യൽ പർപ്പസിന് അനുയോജ്യമായിട്ടുള്ള നല്ലൊരു പ്രോപ്പർട്ടി, നിലവിൽ താമസിച്ചു കൊണ്ടിരിക്കുന്ന 5 ബെഡ്റൂമോട് കൂടിയിട്ടുള്ളൊരു വീടുണ്ട് ഈ ഒരു പ്രോപ്പർട്ടിയിൽ. 25 മീറ്ററാണ് റോഡ് ഫ്രണ്ടേജ് വരുന്നത്. അപ്പോൾ മലപ്പുറം ജില്ലയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്. തീർച്ചയായിട്ടും നമ്മൾ ഈ കാലി സ്ഥലത്തിൻ്റെ വില മാത്രമേ ചോദിക്കുന്നുള്ളൂ, വീടിന് നമ്മൾ വില ഒന്നും ചോദിക്കുന്നില്ല. അതും റീസണബിൾ റേറ്റാണ്, ചെറിയ വില ചോദിക്കുന്നുള്ളൂ. നല്ല നിരപ്പായിട്ടുള്ള സ്ഥലമാണ്, നല്ല വൃത്തിയുള്ളൊരു വീട് കേട്ടോ. 2 നിലകളിലായിട്ട് 5 ബെഡ്റൂം വരുന്നുണ്ട്. ഇതാണ് ഇതിലേക്കുള്ള വഴി. ഇവിടെ വെള്ളത്തിനായിട്ട് പൈപ്പ് ലൈൻ കണക്ഷനാണുള്ളത്. തൊട്ടടുത്ത വീടുകളിലൊക്കെ സാധാരണ നാടൻ കിണറുണ്ട്. ഇവിടെ കിണർ കുഴിച്ചു കഴിഞ്ഞാൽ വെള്ളം കാണുന്ന ഒരു ഏരിയയാണ്. ജസ്റ്റ് വീടിൻ്റെ ഉൾഭാഗം ഒന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് കയറി വരുന്നത് ഒരു ലിവിങ് ഹാളിലേക്കാണ്. മുകൾ ഭാഗം സീലിംഗ് ഓടൊക്കെ കൊടുത്തിട്ടുണ്ട്, ക്ലേ ഓടൊക്കെ കൊടുത്തിട്ടുണ്ട്. അടിഭാഗം സെറാമിക് ടൈലാണ് ഒട്ടിച്ചിട്ടുള്ളത്. വീട് കുറച്ചൊരു പഴക്കമുണ്ട്, എങ്കിൽ കൂടി നല്ല വാസയോഗ്യമായിട്ടുള്ള നല്ലൊരു വൃത്തിയുള്ള വീട് തന്നെയാണ്. അപ്പോൾ ഈ ലിവിങ് ചാരിയിട്ട് ഇവിടെ ഒരു ബെഡ്റൂം വരുന്നുണ്ട്. അടിഭാഗത്ത് 3 ബെഡ്റൂം വരുന്നുണ്ട് ഇതിൽ. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ കാലി സ്ഥലത്തിൻ്റെ വില മാത്രമേ ഇതിന് ഉദ്ദേശിക്കുന്നുള്ളൂ. ഇവിടെ അതിലും വില കുറച്ചിട്ട് അത്യാവശ്യം നല്ല മാർക്കറ്റുള്ളൊരു ഏരിയയാണ്. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾക്ക് വാങ്ങിച്ചിട്ട് ഈ ഒരു വീട് നമ്മൾക്ക് വാടകയ്ക്ക് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കുകയാണെന്നെങ്കിൽ മാസം നല്ല വരുമാനം പ്രതീക്ഷിക്കാം. ഇനി അതല്ല, ഈ വീടൊക്കെ കുറച്ച് കാലം കഴിഞ്ഞ് പൊളിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇവിടെ നല്ലൊരു ബിൽഡിംഗ് വേണമെങ്കിൽ കയറ്റാം. ബിൽഡിങ്, ക്വാർട്ടേഴ്സ്, അപ്പാർട്ട്മെൻറ്റ്, വലിയ ഷെഡുകൾ കയറ്റാം. റബ്ബറൈസ് റോഡിനോട് തൊട്ട് ചാരിയിട്ടുള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ്. ഇതാണ് ഹാള് വരുന്നത്. ഫ്രണ്ട് ഭാഗം ലിവിങ്ങും ബെഡ്റൂമും കഴിഞ്ഞിട്ടുള്ള ഹാളാണ്. ഇവിടെ മറ്റൊരു ബെഡ്റൂം വരുന്നുണ്ട്. ഇതിൻ്റെ റൂഫിങ് ഇവിടെ മുകൾ ഭാഗം ചെയ്തിട്ടുള്ള ഇത് തിലാനാണ്, മരത്തിൻ്റെ കാതിൽ വെച്ചിട്ട് തിലാൻ. അതിൻ്റെ മുകളിൽ കുരുടീസ് വെച്ചിട്ട് ചെയ്തതാണ്. പഴയ ട്രഡീഷണൽ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഫ്ലോറിംഗ് ഒക്കെ ഫുള്ള് ടൈലാണ് കേട്ടോ. പല ഭാഗങ്ങൾ പല രീതിയിലുള്ള ടൈലാണ് കൊടുത്തിട്ടുള്ളത്. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. ഈ ബെഡ്റൂമൊക്കെ അത്യാവശ്യം നല്ല സൈസ് ഉണ്ട്, വലിയ രീതിയിലുള്ള ബെഡ്റൂമാണ് വരുന്നത്. ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ ആയിട്ട് സീലിംഗ് ഓടൊക്കെ കൊടുത്തിട്ടുണ്ട്. മുകൾ ഭാഗം റാക്ക് ഉണ്ട്, ചുമരിലെ അലമാരയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനോട് ചാരിയിട്ട് ഇവിടെ ഒരു ബെഡ്റൂം വരുന്നുണ്ട്. ഇവിടെ ഒരു പെഡസ്റ്റൽ ടൈപ്പ് വാഷ് ബേസിന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടുത്തായിട്ടൊരു ബാത്റൂം, കോമൺ ബാത്റൂം, യൂറോപ്യൻ രീതിയിലുള്ള ക്ലോസറ്റാണ് കൊടുത്തിട്ടുള്ളത്. ചുമരിലെ ഒരു പാതി ഭാഗം നല്ല ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഇതാണ് കിച്ചൺ വരുന്നത്. കിച്ചണോട് ചാരിയിട്ട് ഇവിടെ ഒരു റൂം വരുന്നുണ്ട്. ഇത് നമ്മൾക്ക് ബെഡ്റൂമായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ സ്റ്റോർ റൂമായിട്ട് ഉപയോഗിക്കാം. ഇതൊക്കെ റൂമൊക്കെ അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് കേട്ടോ. അതായത് കൂടുതൽ റൂമുകളുണ്ട് ഈ വീട്ടിൽ, 5ഓളം റൂമുകളുണ്ട്. വലിയ കിച്ചണാണ്. കിച്ചണിലെ മുകൾ ഭാഗമൊക്കെ റാക്ക് കൊടുത്തിട്ടുണ്ട്. കിച്ചൺ സ്ലാബിൻ്റെ അടിഭാഗത്തായിട്ട് ഇവിടെ ഒരുപാട് സ്റ്റോറേജ്, കബേർഡ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ആലുവ പുകയില്ലാത്ത അടുപ്പ് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടുള്ള, നല്ല അത്യാവശ്യം നല്ല സൗകര്യമുള്ള വലിയൊരു കിച്ചൺ, നല്ല ലെങ്തി ആയിട്ടുള്ള നല്ലൊരു കിച്ചൺ. ഇനി വീടിൻ്റെ മുകൾ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇരുമ്പിൻ്റെ സ്റ്റെയറാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഫ്ലോറിങ് കാവ്യം കേട്ടോ. വലിയൊരു ഹാള്, ഒരു ബെഡ്റൂം, അതുപോലെ തന്നെ വലിയൊരു ഓപ്പൺ ടെറസ്. ഇതിൻ്റെ മുകൾ ഭാഗം റൂഫിങ് ചെയ്തിട്ടുള്ളത് ഓടാണ്. കൗക്കോലും പട്ടിയൊക്കെ വെച്ചിട്ടുള്ള ഓടാണ് മുകൾ ഭാഗം ചെയ്തിട്ടുള്ളത്. ഇതാണ് ഒരു ബെഡ്റൂം, മുകൾ ഭാഗത്തെ ബെഡ്റൂമാണിത്. ഇതിൻ്റെ അടിഭാഗത്ത് ഇവിടെ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് ഇവിടെ ഒരു ബാത്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാത്റൂമിൽ ക്ലോസറ്റൊന്നും നിലവിൽ വെച്ചിട്ടില്ല, ഒരു ബാത്റൂമിൻ്റെ ഒരു ഏരിയ ഉണ്ട്. ഇനി മുകൾ ഭാഗത്തെ ഓപ്പൺ ടെറസാണിത്. നമുക്ക് ഇവിടെ നിന്നാൽ കാണാൻ പറ്റും, നേരെ ഫ്രണ്ടിൽ കൂടെ റോഡാണ് വരുന്നത്, ടാറിട്ട് റോഡാണ്. ഏത് സമയത്തും തിരക്ക് പിടിച്ചിട്ടുള്ള വാഹനങ്ങൾ പാസിങ്ങുള്ള ഒരു ഏരിയ ആണ്. നേരെ ഫ്രണ്ടിൽ ഇവിടെയൊക്കെ ബിൽഡിങ്ങുകളിലെ വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ബിൽഡിങ്ങുകളുണ്ട്, കച്ചവട സ്ഥാപനങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട്. നല്ലൊരു ഏരിയയാണ്. മലപ്പുറം ജില്ലയിലാണ് ഈ പ്രോപ്പർട്ടി. കറക്റ്റ് ലൊക്കേഷനും കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം. ചെറിയ വില ചോദിക്കുന്നുള്ളൂ.
ഫ്രണ്ടേജ് അത്യാവശ്യം നല്ല ഫ്രണ്ടേജ് ഉണ്ട്. ഇനിയിപ്പോൾ അതിൽ ബിൽഡിംഗ് കയറ്റുകയാണെന്നുണ്ടെങ്കിൽ അണ്ടർഗ്രൗണ്ട് അതുപോലെ തന്നെ മുകൾ ഭാഗം റോഡിൽ നിന്ന് കറക്റ്റ് ലെവൽ വരും. അടിഭാഗം അണ്ടർഗ്രൗണ്ട് ഇട്ട് കയറ്റി കഴിഞ്ഞാൽ. ഇനി വീടിൻ്റെ ഫ്രണ്ട് ഭാഗമാണിത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള മുറ്റുണ്ട്. നല്ല കായ്ഫലമുള്ള 5-6 തെങ്ങുകളുണ്ട് ഈ ഒരു പ്രോപ്പർട്ടിയിൽ. വെള്ളത്തിനായിട്ട് പൈപ്പ് ലൈനാണുള്ളത്. കിണർ കുഴിച്ചു കഴിഞ്ഞാൽ വെള്ളം കാണുന്നൊരു ഏരിയയാണ്. തൊട്ടടുത്ത വീടുകളൊക്കെ സാധാരണ നാടൻ കിണറാണുള്ളത്. ഇതിൽ നിലവിലുള്ളത് പൈപ്പ് ലൈനാണ്. ഇതുണ്ടോ, ഈ ഭാഗത്ത് ഇവിടെയൊക്കെ നല്ല ഏരിയ ഉണ്ട്. ചില ആളുകളുണ്ടാവും ഇപ്പോൾ നമ്മളെ എന്തെങ്കിലും പ്രോപ്പർട്ടി വാങ്ങിച്ചിടാം, ഭാവിയിൽ എന്തെങ്കിലും ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിക്കുന്ന ആളുകൾ. അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. അതായത് ഇത് എടുത്തിട്ട് വാടകയ്ക്ക് കൊടുക്കുക, കുറച്ച് കാലത്ത് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ആവശ്യമാകുമ്പോൾ വിറ്റ് കഴിഞ്ഞാൽ മുടക്കം മുതലിനേക്കാളും ലാഭം പ്രതീക്ഷിക്കാവുന്ന തീർച്ചയായിട്ടും കിട്ടുന്ന ഒരു പ്രോപ്പർട്ടിയാണിത്. അപ്പോൾ 17.5 സെൻറ്റ് സ്ഥലമാണ് റെക്കാടിക്കലിൽ ഉള്ളത്. അളന്ന് കഴിയുമ്പോൾ കുറച്ചും കൂടെ കൂടുതൽ ഉണ്ടാവാനാണ് ഇത് സാധ്യത. റെക്കാടിക്കലിൽ 17.5 സെൻറ്റ് സ്ഥലമുണ്ട്. ഇതാ കിച്ചണിൻ്റെ ഭാഗത്തൊക്കെ ഫുള്ളായിട്ട് ഡ്രസ് വർക്ക് ചെയ്തിട്ട് ഷീറ്റ് വർക്കൊക്കെ ഇട്ടതാണ്. പുറത്ത് സെപ്പറേറ്റ് കുളിമുറി ഉണ്ട്, ടോയ്ലറ്റ് ഉണ്ട്, കുളിമുറി ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ വസ്ത്രങ്ങൾ കഴുകാനുള്ള ഏരിയകളൊക്കെ ഉണ്ട്. സ്ഥലം 17.5 സെന്റ് സ്ഥലത്ത് നിങ്ങൾ ഈ കണ്ട 5 ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഒരു സൂപ്പർ പ്രോപ്പർട്ടി. തൊട്ടടുത്തൊക്കെ നിരവധി കച്ചവട സ്ഥാപനങ്ങളുണ്ട്, ബിൽഡിംഗ് ഉണ്ട്, ഗോഡൌണുകളുണ്ട്, വെയർ ഹൗസ് ഉണ്ട്. ടാറിട്ട റബ്ബറൈസ്ഡ് റോഡിനോട് തൊട്ട് ചാരി ഏകദേശം 25 മീറ്ററോളം റോഡ് ഫ്രണ്ടേജ് വരുന്ന ഒരു പ്രോപ്പർട്ടി ആട്ടോ. അപ്പോൾ ക്വാർട്ടേഴ്സിന് പറ്റും, ബിൽഡിങ്ങുകൾ ഉണ്ടാക്കാൻ പറ്റും, അതുപോലെ തന്നെ അപ്പാർട്ട്മെന്റുകൾ, ഷെഡുകൾ കയറ്റാൻ പറ്റും. ഇനി ഒന്നും വേണ്ട, നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടി വാങ്ങിച്ചിട്ട് അപ്പോൾ ഈ ഒരു വീട് നമ്മൾക്ക് വാടകയ്ക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാസം നല്ല വരുമാനം പ്രതീക്ഷിക്കാം. അപ്പോൾ എന്തുകൊണ്ടും നല്ലൊരു ഡീലർ ഗ്യാപ്പ് ഉള്ളൊരു മുതലാണ്. അതായത് നമ്മൾ ഈ പ്രോപ്പർട്ടി എടുത്തിട്ടിട്ട് ഒരു കുറച്ചു കാലം നമ്മൾക്കത് ഹോൾഡ് ചെയ്ത് നിർത്താൻ പറ്റി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല ലാഭം പ്രതീക്ഷിക്കാവുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. നല്ലൊരു ഏരിയ ആണിത്. അപ്പോൾ മലപ്പുറം ജില്ലയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി. മലപ്പുറം ജില്ലയിലെ മഞ്ചേരി മലപ്പുറം റൂട്ടിലെ മുട്ടിപ്പാലം കഴിഞ്ഞിട്ട് പാണായി എത്തുന്നതിന് മുന്നായിട്ടാണ് ഈ റബ്ബറൈസ്ഡ് റോഡിനോട് തൊട്ട് ചാരിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. വീടിനൊന്നും നമ്മൾ വില വയ്ക്കുന്നില്ല. 17.5 സെന്റ് സ്ഥലമാണ് ആകാരത്തിലുള്ളത്. അളന്നു കഴിഞ്ഞാൽ കൂടുതലുണ്ടെന്നാണ് ഇവർ പറയുന്നത്. കുറച്ചൊക്കെ വ്യത്യാസങ്ങൾ വരാം. അപ്പൊ 17.5 സെന്റ് സ്ഥലം ഉദ്ദേശിക്കുന്ന വില, ഒരു സെന്റ് സ്ഥലത്തിന് 4.5 ലക്ഷം രൂപയാണ്. തീർച്ചയായിട്ടും നല്ലൊരു പ്രോപ്പർട്ടിയാണ്, നല്ലൊരു ഏരിയ ആണ്. റീസണബിൾ റേറ്റ് അവർ ചോദിക്കുന്നുള്ളൂ, ചെറിയ വില ചോദിക്കുന്നുള്ളൂ. അവിടെ അത്യാവശ്യം നല്ല മാർക്കറ്റുള്ള ഏരിയയാണ്. സെന്റിന് 4.5 ലക്ഷം രൂപ വില നെഗോഷ്യബിൾ ആണ്. അപ്പൊ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എന്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും 5 മണിക്ക് കാണാം. ഓക്കെ, ബൈ.